അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ട്. MP ദേവൻ ശരിയാണ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ദേവൻ, കനത്ത മഴയാണ് പെയ്യുന്നത്, പ്രത്യേകിച്ച് പല നാശങ്ങളും ഉണ്ടാകുന്നുമുണ്ട്. അതുകൊണ്ട് അതീവ ശ്രദ്ധയോടെ നോക്കേണ്ട മണിക്കൂറുകൾ. തീർച്ചയായും രുചീഷ്, സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്നു എന്നുള്ളൊരു സൂചന തന്നെയാണ്. വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട നിലയിൽ വലിയ മഴ ലഭിക്കുന്നത്. പ്രത്യേകിച്ചും മുൻപെല്ലാം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം വടക്കൻ ജില്ലകളിൽ മാത്രമായിരുന്നു ശക്തമായ മഴയുടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ പുലർച്ചെ മുതൽ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ ശക്തമായ രീതിയിൽ മഴ ലഭിക്കുന്നു. പ്രത്യേകിച്ചും തിരുവനന്തപുരം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിലെല്ലാം തന്നെ മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലും ഒരുപോലെ ശക്തമായ മഴ ലഭിക്കുന്നു. മാത്രമല്ല ഇന്ന് പൊതുവിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലായിരുന്നു ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും രാവിലെ അതിശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് തിരുവനന്തപുരം ജില്ലയിൽ രാവിലെ 7 മണി മുതലുള്ള മഴ മുന്നറിയിപ്പിൽ 3 മണിക്കൂറത്തേക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾ മാറുന്നതിനനുസരിച്ച് തന്നെ കാലാവസ്ഥയിലും വലിയ വ്യത്യാസമുണ്ടാകുന്നു. അത് മഴയുടെ ശക്തി വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. മറ്റൊന്ന്, രുചീഷ് പറഞ്ഞതുപോലെ തന്നെ മഴ കനത്തോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടം സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെയും തിരുവനന്തപുരം പട്ടത്തുള്ള സർക്കാർ സ്കൂൾ, പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂളിൻ്റെ മതിൽ ഈ കനത്ത മഴയെ തുടർന്ന് മതിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മറ്റൊന്ന്, ഈ പറയുന്ന പോലെ തന്നെ ഇന്നലെ രാത്രി തന്നെ മലയോര മേഖല വഴിയുള്ള ഗതാഗതം യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇടുക്കി ജില്ലയിൽ രാത്രിയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പൊന്മുടി ഇക്കോ ടൂറിസം കനത്ത മഴയെ തുടർന്ന് തന്നെ ഇപ്പോൾ സഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെ സമാനമായ രീതിയിൽ ഈ മലയോര മേഖലയിലും ഒപ്പം തന്നെ വിനോദസഞ്ചാര മേഖലയിലുമുള്ള ടൂറിസ്റ്റുകളുടെ പ്രവേശനത്തിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നീക്കത്തിലേക്കാണ് അതാത് ജില്ലാ ഭരണകൂടങ്ങൾ കടക്കുന്നത്. മറ്റൊന്ന്, ഡാമുകളിലെ ജലനിരപ്പിൻ്റെ കാര്യമാണ്. തിരുവനന്തപുരത്ത് അരുവിക്കര ഡാമിൻ്റെ ഷട്ടർ ഈ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് നിന്ന് രാവിലെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഴ മുന്നറിയിപ്പ് അല്ലെങ്കിൽ മഴ ശക്തമാകുന്നതിനനുസരിച്ച് വേണ്ട നടപടിക്രമങ്ങളെല്ലാം തന്നെ സ്വീകരിച്ചുകൊണ്ടാണ് ഈ ജില്ലാ ഭരണകൂടങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതനുസരിച്ച് തന്നെ പൊതുജനങ്ങളും അത്തരത്തിലൊരു ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ചും കനത്ത മഴയും കനത്ത കാറ്റും വീശാനുള്ള ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ശക്തമായ അല്ലെങ്കിൽ ആ ഒരു ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകണമെന്നുള്ളൊരു അറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. രുചീഷ്. ശരി.